എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. സെഖര്യാവ് 3:2. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരുശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ നാളുകളിലുള്ള മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെഖര്യാ പ്രവാചകനെ ദൈവം തമ്പുരാൻ യഹൂദ ജനതയുടെ ബാബിലോൺ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ദൂത് തൻ്റെ ജനത്തോട് പറയാൻ ഉപയോഗിച്ച പ്രവാചകനാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മിതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതനായ യോശിയാവും സെറുബാബേലും അതിൻ്റെ നേതൃത്വത്തിനായി വിളിക്കപ്പെട്ടവരാണ്. ഇവിടെ കാണുന്നു, സെഖര്യാവിൻ്റെ വലതുഭാഗത്ത് സാത്താൻ നിന്ന് അവന് വേണ്ടി വാദിക്കുന്ന രംഗം. ബന്ധു പോകാനായി വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ചാരമാകാനായി കിടന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെട്ട അനുഭവമാണ് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയുടെ അനുഭവം. തീ കത്തുമ്പോൾ നന്നായി കത്താൻ നമ്മൾ താല്പര്യപ്പെടുന്നു. അതിൽ നിന്നുള്ള ചൂടും പ്രയോജനവും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിഷയങ്ങളാണ്. ഒരിക്കലും അടുപ്പിലിരിക്കുന്ന കൊള്ളിയെപ്പറ്റി നമ്മൾ ആരും കരുതാറേയില്ല. ഒരു കാര്യത്തിൻ്റെ പ്രയോജനം നാം അനുഭവിക്കുമ്പോൾ അതിനുവേണ്ടി ത്യാഗം സഹിച്ച് കത്തിത്തീരുന്ന ജീവിതങ്ങളെക്കുറിച്ചോ എരിഞ്ഞു തീരുന്ന ജീവിതങ്ങളെക്കുറിച്ചോ ആർക്കും ചിന്തയോ കരുതലോ ഇല്ല എന്നത് വാസ്തവമാണ്. എന്നാൽ കത്തിയിരുന്ന കൊള്ളികളെ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. അവിടുന്ന് കത്തിച്ചാരമായി പോകാതെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ തൽപരനും മനസ്സുള്ളവനുമാണ്. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? ഇതാണ് സാത്താനോട് ചോദിക്കുന്നത് ദൈവം. ബാബേലിൽ നിന്ന് ഒരു കൂട്ടം പ്രവാസികൾ മടങ്ങിയെത്തിയപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മഹാപുരോഹിതനായിരുന്നു യോശുവ. ആലയം പണിയാനായി സെരുബാബേലിനെയും യോശുവയെയും ദൈവം ഉണർത്തി. അവർ പണി ആരംഭിച്ചു. അവർ 100 കൂട്ടം പരിമിതികളുടെയും ഇടുക്കങ്ങളുടെയും നടുവിലാണ് ദൈവ ശുശ്രൂഷ ചെയ്തത്. യോശുവയെ കുറ്റം ചുമത്താൻ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നു. എങ്കിലും ദൈവം സാത്താനെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അവനെ ഭത്സിച്ച് അകറ്റി. കുറ്റം ചുമത്താനും വല്ലവിധേയനെയും തകർക്കുവാനുമല്ലാതെ ദൈവമക്കളിൽ സാത്താന് ഒരു താല്പര്യവുമില്ല. നമ്മുടെ പോരായ്മകളും കുറ്റങ്ങളും പറഞ്ഞ് ദൈവസന്നിധിയിൽ പോലും അവൻ കടന്നു ചെല്ലാൻ ശ്രമിക്കും. ഒരു നാൾ ഇയ്യോബിനെയും കുറ്റം ചുമത്തുവാൻ ദൈവസന്നിധിയിൽ സാത്താൻ നിൽക്കുന്നുണ്ട്. എങ്കിലും തൻ്റെ മക്കളുടെ അവസ്ഥയും പരിമിതികളും കോട്ടവും അറിയാവുന്ന നമ്മുടെ ദൈവം അലിവോടെ നമ്മെ കാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് തകർന്നു പോകാതെ നിൽക്കുന്നത് എന്നോർക്കണം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക എന്ന ഒരു ഭാഷ്യം. അത് വസ്തുക്കളായാലും ബന്ധങ്ങളായാലും എല്ലാം ഒന്നുപോലെ. സ്വാർത്ഥ താല്പര്യത്തിനായി ആവോളം ഉപയോഗിക്കുക, എന്നിട്ട് വലിച്ചെറിയുക. ആയുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് വയസ്സാകുമ്പോൾ മാതാപിതാക്കന്മാർ അധികപ്പറ്റായി തീർന്നിട്ട് തള്ളപ്പെടുന്ന കാഴ്ച നാം നമ്മുടെ ചുറ്റും ധാരാളം കാണുന്നുണ്ട്. പണ്ടുള്ളതുപോലെ വസ്തുക്കളുടെയും ബന്ധങ്ങളുടെയും കേടുപാടുകൾ നീക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ആരും ബന്ധപ്പെടാറില്ല. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട തീക്കൊള്ളിക്ക് ഒരു കടപ്പാടുണ്ട്. കത്തിപ്പോകേണ്ട അവസ്ഥയിൽ നിന്ന് വിടുവിച്ചവങ്കിലേക്ക് തിരിഞ്ഞ് വിധേയത്വത്തോടെ ജീവിക്കണം. ആമോസ് 4-ാമത്തെ അധ്യായത്തിൽ 5 പ്രാവശ്യം നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറയുന്നതായി കാണുന്നു. സോദോമും ഗോമോറയും നൂറ്റാണ്ടുകളായി ചാവുകടലായി ശേഷിക്കുന്നു. നിഷ്പ്രയോജനമായി ഒരു ശാപത്തിൻ്റെ ഓർമ്മയായി ഇന്നും അത് കിടക്കുന്നു. അതുപോലെ ശാപമായി തീരേണ്ട അനുഭവത്തിൽ നിന്ന് ദൈവം ചില ജീവിതങ്ങളെ തൻ്റെ കൃപയാൽ വിടുവിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ഉത്തരവാദിത്വം വീണ്ടും പഴയ ജീവിതശൈലി തുടരാനല്ല, പിന്നെയോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളതാണ്.
അബ്രഹാമിനെ ഓർത്ത് ദൈവം നേരിട്ട് സോതോമിൽ നിന്ന് രക്ഷിച്ച ലോത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി പോലെ അവന് ജീവിതം വീണ്ടും ആരംഭിക്കാൻ അവസരം ദൈവം ഒരുക്കി കൊടുത്തു. ദൈവിക കൂട്ടായ്മയിൽ നിലനിന്ന് അനുഗ്രഹമായി തീരേണ്ട അവന്റെ ജീവിതം ലജ്ജാവഹമായി അവസാനിച്ചു. ശാപയോഗ്യരായ തലമുറ ഉണ്ടായില്ല. അവന്റെ നാശത്തിന് അവൻ തന്നെയാണ് കാരണക്കാരൻ. അപ്പോൾ വലിച്ചെടുക്കപ്പെട്ട കൊള്ളി തന്നെ രക്ഷിച്ചവനോടുള്ള യഥാർത്ഥ നന്ദിയിലും സന്തോഷത്തിലും മുൻപോട്ട് പോകേണ്ടതായിരുന്നു. കർത്താവ് പറഞ്ഞ ഒരു ഉപമ ഇങ്ങനെയാണ്: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപിരിഞ്ഞ ശേഷം തണുപ്പന്വേഷിച്ച് നടക്കുന്നു. പറ്റിയ സ്ഥലം കിട്ടാതെ വീണ്ടും പഴയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആ പാർപ്പിടം അടിച്ചു വാരി അലങ്കരിച്ചതും ഒഴിഞ്ഞതുമായി കാണുന്നു. ഒഴിഞ്ഞതായി കണ്ടില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് എന്ന് തന്നോടൊപ്പം പാർക്കാൻ തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെയും കൊണ്ടുവന്നു. അപ്പോൾ വിടുതൽ പ്രാപിച്ച ജീവിതം അപ്പോൾ തന്നെ വിടുവിച്ചവന് പൂർണ്ണമായും വിധേയപ്പെടുത്തിയില്ലെങ്കിൽ ഈ അത്യാഹിതം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ വിധേയത്തോടെ മടങ്ങി വരാം. നമ്മെ വിടുവിച്ച് വീണ്ടെടുത്ത് യഥാസ്ഥാനീകരിച്ചിരിക്കുന്ന ദൈവത്തെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കാനും ജീവിതങ്ങളെ സമർപ്പിക്കാനും ദൈവം തമ്പുരാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കത്തിച്ചാമ്പലായി പോകാമായിരുന്ന അനുഭവങ്ങളിൽ നിന്ന്, കർത്താവെ വെണ്ണീറായി പോകാമായിരുന്ന അവസ്ഥകളിൽ നിന്ന് ഇത്രത്തോളം ഞങ്ങളെ രക്ഷിച്ച് സ്നേഹിച്ച ദൈവത്തിന് സ്തോത്രം. വിടുതൽ നൽകിയ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിധേയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കരുണയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളാരും ലജ്ജിച്ചു പോകുവാൻ ഇടയാക്കരുതേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയുടെ തണലിൽ നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആലോചനയും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.